ആരെങ്കിലും ഉണ്ടോ ലൈവില്? ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ ഇന്ന് വന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെയധികം എന്താ പറയുക, ഒരുപാട് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് എമ്പുരാൻ സിനിമ പോയി കണ്ടിട്ട് വന്നതേ ഉള്ളൂ. എനിക്കതിൽ യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ്സും തോന്നുന്നില്ല. നല്ലൊരു മൂവിയാണത്. പക്ഷെ അതിൽ ഒരു കട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഞാൻ കട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള മൂവി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ കട്ട് ചെയ്തതിന് ശേഷമുള്ള മൂവി എന്ന് പറയുന്നത് അത് നല്ലൊരു മൂവിയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിന്മകളെ എതിർക്കാൻ വേണ്ടിയിട്ട് തിന്മയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒരു നേതാവ്, മനസ്സിലായോ? അങ്ങനെയാണ്. അതായത് അതിൽ ഇപ്പോൾ അതിൽ ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട്. പക്ഷേ കൊല്ലുന്നുണ്ട് എങ്കിലും അത് ദുഷ്ടന്മാരെയാണ് കൊല്ലുന്നത്, മനസ്സിലായോ? തെറ്റ് ചെയ്തവരെയാണ് അതിൽ എമ്പുരാൻ വധിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. മൂവി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ആ മൂവിയിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. ഒരേ ഒരു കാര്യം മാത്രമേ എനിക്കതിൽ അത്ര ഇതായിട്ട് തോന്നിയുള്ളൂ. അത് വേറൊന്നുമല്ല. എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എന്താ പറയുക, ഒരു പള്ളി കാണിക്കുന്നുണ്ട്. പള്ളിയിൽ നിന്ന് ഒരു കുരിശ് ഇങ്ങനെ തലതിരിഞ്ഞ് വീഴുന്നു, ആ ഒരു സീൻ. അതൊഴിച്ചു കഴിഞ്ഞാൽ അതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഇതും എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് പേഴ്സണലി ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ മൂവി കണ്ടില്ലായിരുന്നു. ഞാൻ മൂവി കാണാതെയാണ് മുൻപൊരിതിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇപ്പം മൂവി കണ്ടതിന് ശേഷം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും തിന്മകൾ അധികം വർദ്ധിക്കുന്നുണ്ട്. അപ്പം ആ തിന്മകൾ അത്രയും വർദ്ധിക്കുന്ന സമയത്ത് നന്മ പോലും ആ തിന്മയെ എതിർക്കാതിരിക്കുന്ന സമയത്ത് അതായത് നന്മ പോലും ആ തിന്മയ്ക്ക് എതിരായിട്ട് നിൽക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ആ തിന്മയിലുള്ള ദുഷ്ടരെ വധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എതിർക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ കൂടിയും അതൊരു നേതാവായിട്ട് വന്നിട്ട് ആ തിന്മ പ്രവർത്തിച്ചവരെ വധിക്കുന്നു, മനസ്സിലായോ? അപ്പം അത് ഒരു എന്താ പറയുക, അതിൽ നമുക്ക് ഒരിക്കലും നെഗറ്റീവ്, അത് ടോട്ടലി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എന്ന് പറയാം. അത് ടോട്ടലി അല്ല, നമുക്ക് ഒട്ടും അത് നെഗറ്റീവ് ആണെന്ന് പറയാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് ഈ ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക, സ്ക്രിപ്റ്റ് കൊള്ളില്ല, മൂവി കൊള്ളില്ല, മൂവി അങ്ങനെ ചെയ്തു, പൃഥ്വിരാജ് സാറിനെ വഴക്ക് പറയുന്നു, മോഹൻലാൽ സാറിനെ വഴക്ക് പറയും. എനിക്കിതിൽ മനസ്സിലാവുന്നില്ല എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർ കറക്റ്റ് ആ സിനിമ കണ്ടിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ടാണോ ഇവരിങ്ങനെ പറയുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന തിന്മയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ തിന്മയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നൊരു നേതാവ് അത്രയും ക്രൂരമായിട്ടുള്ള തിന്മ ചെയ്തവരെ എതിർക്കുന്ന ഒരിത്, ആ ഒരു കഥയാണ് എമ്പുരാനിൽ പറഞ്ഞേക്കുന്നത്. അപ്പം അത് നിങ്ങൾ പേഴ്സണലി നിങ്ങളത് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. പക്ഷേ തിയേറ്ററിൽ ഇപ്പം തന്നെ ഓൾറെഡി എല്ലാവരും പോയി കാണുന്നുണ്ട്. അപ്പം ഇനി കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് നിങ്ങളത് മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ എന്താ പറയുക, ഒരു മൂവി ഇറങ്ങി ഉടനെ തന്നെ അതിനെ കുറ്റം പറഞ്ഞ് അതിങ്ങനെയാണ്, അതിൻ്റെ സ്ക്രിപ്റ്റ് കൊള്ളില്ല, അത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നതിലല്ല. നമ്മളപ്പോൾ കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് എല്ലാവർക്കും വേണം. അപ്പം നമ്മൾ തിങ്ക് ചെയ്യണം, ഇത് എന്താണ്, നമ്മളിത് കണ്ട് മനസ്സിലാക്കണം. അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം എന്ന് നമ്മൾ അഭിപ്രായം പറയാനുള്ളത്, മനസ്സിലായോ? പിന്നെ വയലൻസ് ഇല്ലെന്ന് പറയുന്നില്ല, വയലൻസ് ഉണ്ട്. പക്ഷെ വയലൻസ് അതിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തെറ്റ്, അതായത് മീൻസ് ഇങ്ങനെ ദ്രോഹം ചെയ്തവരെ തിരിച്ച് വധിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ തെറ്റ് ചെയ്തവരെ, അത്രയും ക്രൂരത ചെയ്തവരെയാണ് അതിൽ വധിക്കുന്നത്, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് എനിക്ക് ആ കഥാപാത്രങ്ങളും എനിക്കിഷ്ടമായി, ആ കഥയും എനിക്കിഷ്ടമായി. എനിക്കിതിൽ യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ്സും എനിക്ക് തോന്നിയിട്ടില്ല. ആകെ ഒരേ ഒരു ഭാഗം മാത്രമേ എനിക്കതിലൊരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. അതെന്ന് പറയുന്നത് ആ ക്രിസ്ത്യൻ പള്ളിയുടെ ഒരിത് കാണിച്ചിട്ട് കുരിശ് വന്ന് വീഴുന്ന ആ ഒരു സംഭവം, അത് മാത്രമേ എനിക്കതിൽ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല. അവിടെ ഈശോയെ മാത്രം ഒരു ഇതാക്കി പറയുന്നതിനോട് എനിക്കൊരിത് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ തന്നെ കുറേ ആൾക്കാരുണ്ട്,
മനസ്സിലായോ? അവരിൽ പാപം ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവര് പാപം ചെയ്തു എന്ന് വെച്ചിട്ട് ദൈവം അതിൽ പാപിയാവുന്നില്ല. ദൈവം അറിഞ്ഞുകൊണ്ടല്ലല്ലോ അവര് പാപം ചെയ്യുന്നത്, അവരിലും പാപം ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ഈ കാസ്റ്റ് എടുത്തു നോക്കിയാൽ നമ്മുടെ ഇതിലും പാപം ചെയ്യുന്നവരുണ്ട് അല്ലേ? നമ്മുടെ ഇതിലും ദ്രോഹങ്ങൾ, പാപം മീൻസ് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ കൊലപാതകങ്ങൾ ചെയ്യുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പാപങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരുണ്ട്. അപ്പം അത് ഏത് മതത്തിലായാലും ഏതിലായാലും പാപം ചെയ്യുന്നവരുണ്ട്. മനസ്സിലായി? അപ്പം അങ്ങനെ പാപം ചെയ്യുന്നവർ അവരുടെ സ്വന്തം ഇഷ്ടത്തിനാണല്ലോ അങ്ങനെ പാപം ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിന് അവിടെ പോയി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ അത് മാത്രം ഒരു ഇതായിട്ട് തോന്നി. ഈശോയുടെ ആ കുരിശ് വീഴുന്ന ആ ഒരു സംഭവം മാത്രമേ എനിക്ക് അതിൽ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പോസിറ്റീവായിട്ടുള്ള നല്ല മൂവിയാണ്. എല്ലാം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. കാരണം അതിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നു. ഈ ഒരു സംഭവമാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അല്ലാതെ അതിൽ വേറെ ഒരു നെഗറ്റീവായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത്രയും പിന്നെ നല്ല നടന്മാരെ ആയാലും ശരി, ആരെയായാലും ശരി, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും പൃഥ്വിരാജ് സാർ ആയാലും ശരി, അതല്ല മറ്റാരായാലും ശരി, ആ സിനിമയിലെ അണിയറ പ്രവർത്തകരായാലും ശരി, അവരെ ആരെയും ഒന്നും പറയരുതെന്നാണ് പേഴ്സണലി ഞാൻ പറയുന്ന കാര്യം. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഇത് കറക്റ്റായിട്ട് കണ്ടിട്ട് അതിൻ്റെ ഇത് മനസ്സിലാക്കാതെ ആരെയും കുറ്റം പറയരുത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇനി ആ സിനിമയെക്കുറിച്ചൊരു നെഗറ്റീവ് കമൻസ് ആരും പറയാതിരിക്കുക. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു മൂവിയാണത്. അതിൽ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഒരേ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം നല്ല കാര്യമാണ് അതിൽ. അത് എന്ന് വെച്ചാൽ ദുഷ്ടത, അതായത് ക്രൂരത ചെയ്യുന്നവരെയാണ് അതിൽ വധിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എനിക്കത് നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത്. ഓക്കെ, ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. രഞ്ജിത്ത്, എം അജിത്ത്, സോനു, ദേവപ്രിയ, രേണുക, രശ്മി, ഇത്രയും പേരാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓക്കെ, ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര. അപ്പൊ ഇനി നമുക്കിനി അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ. ഇത് പറയാണോന്ന് തോന്നി കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. പറയാതിരിക്കാൻ തോന്നിയില്ല, പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഓടി വന്നത്. ഓക്കെ.